ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് സംസ്ഥാന ഗണിതശാസ്ത്ര മേള അവസാനിച്ചു. അപ്പോൾ സ്റ്റേറ്റ് തലത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഒരുപാട് കുട്ടികൾ ജിയോമെട്രിക്കൽ ചാർട്ടായാലും മോഡൽ, സ്റ്റിൽ മോഡലായാലും വർക്കിംഗ് മോഡലായാലും അതിൽ ഏറ്റവും കൂടുതൽ ജിയോമെട്രിക്കൽ ചാർട്ട് വരച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിന്റെ സഹായത്തോടു കൂടി ജിയോമെട്രിക്കൽ ചാർട്ട് വരച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ എത്തുകയും അവിടുന്ന് എ ഗ്രേഡ്, മികച്ച ഗ്രേഡ്, അതുപോലെ സ്ഥാനവും നേടിയിട്ടുള്ള ധാരാളം കൂട്ടുകാർ പല ജില്ലകളിലും, അതായത് കോഴിക്കോട്, അതുപോലെ മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളുണ്ടായിരുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. അപ്പോൾ അവര് സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും മത്സരിച്ച് ജയിച്ചിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പല രീതിയിലുള്ള കടമ്പകൾ കടന്നുകൊണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയും ഇന്നുമായി ഒരുപാട് ടീച്ചേഴ്സും രക്ഷിതാക്കളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പലർക്കും നല്ല സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനത്തിൽ പിറകോട്ട് പോയ ചില കുട്ടികളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അന്വേഷിച്ചുകൊണ്ട് ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലത്തെ ഗണിതശാസ്ത്ര മേള കഴിഞ്ഞ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്ത ഐറ്റത്തിന് സതേൺ ഇന്ത്യ ലെവലിൽ മത്സരം ഉണ്ടാവും, അതുപോലെ നാഷണൽ ലെവലിലും മത്സരം ഉണ്ടാവും. അത് എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ, അതായത് ജിയോമെട്രിക്കൽ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതിന്റെ അതിന്റെ ബേസ് തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു പരിശീലനം ഈ പ്രാവശ്യം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺസുകളാണ്. അതിലുള്ള ഗണിതാശയങ്ങൾ എന്തൊക്കെയാണ്, പഠിക്കാനുള്ള ആശയങ്ങൾ, നമുക്ക് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് UP തലത്തിലാണെങ്കിലും ഹൈസ്കൂൾ തലത്തിലാണെങ്കിലും ഒക്കെ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി തന്നെ പറയുന്ന വീഡിയോസാണ്. അപ്പോൾ പഠിക്കാനുള്ളത് കൊണ്ട് അത് ചാർട്ടിലല്ല, അത് A4 പേപ്പറിലാണ് വരയ്ക്കുന്നത്. നമ്മളൊരു മത്സരത്തിന് ആദ്യം തന്നെ ചാർട്ടിൽ അങ്ങ് വരച്ചു തുടങ്ങലല്ല. അത് വരച്ച് പഠിക്കണമെങ്കിൽ ആദ്യം A4 പേപ്പറിലോ A3 പേപ്പറിലോ അങ്ങനെയുള്ള ചെറിയ പേപ്പറിൽ ചെറുതായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വരച്ച് പരിശീലിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രൂപത്തിൽ ചാർട്ട് പേപ്പറിൽ അതിൻ്റെ നിശ്ചിത അനുപാതത്തിൽ വലുതാക്കിക്കൊണ്ട് വരയ്ക്കാനാവും. അപ്പോൾ ഞാനിത് പറയുന്നത് സ്കൂളിൽ നിന്ന് ജിയോമെട്രിക്കൽ ചാർട്ടിന്റെ മത്സരം ഉണ്ട് എന്ന് പറയുമ്പം വരച്ച് പഠിക്കേണ്ടതല്ല ഇത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ സബ് ജില്ലാ തലത്തിലായാലും ജില്ലാ തലത്തിലായാലും സ്റ്റേറ്റ് തലത്തിലായാലും മുന്നിട്ടെത്തുന്നത്. അല്ലാണ്ട് തലേന്നോ അല്ലെ തലേ ആഴ്ചയോ വരച്ച് പഠിക്കേണ്ട ഒന്നല്ല ജിയോമെട്രിക്കൽ ചാർട്ട്. അത് എല്ലാ മത്സരങ്ങളും, അത് സ്റ്റിൽ മോഡലാണെങ്കിലും വർക്കിംഗ് മോഡലാണെങ്കിലും അതുപോലെ പസിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതിന് നല്ല പരിശീലനം വേണം. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരിശീലനത്തിന് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒഴിവു ദിവസങ്ങൾ, വെക്കേഷൻ സമയം ഇതൊക്കെ അതിന് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഈ പല കുട്ടികൾക്കും പരാജയപ്പെടുന്ന നന്നായി ചിത്രം വരയ്ക്കുകയും പക്ഷെ അതിലുള്ള ഗണിതാശയങ്ങൾ അറിയാതെ പോവുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നത് കണക്ക് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ ഓരോ ചിത്രത്തിലും ഉണ്ടാകും. എല്ലാ ചിത്രത്തിലും എല്ലാ ആശയങ്ങളും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില ചിത്രങ്ങളിൽ കൂടുതലുണ്ടാവും, ചിലത് കുറവുണ്ടാവും. അപ്പോൾ ചിത്രം കാണാനുള്ള ഭംഗിക്കല്ല പ്രാധാന്യം, അതിലുള്ള ഗണിതാശയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായി വീഡിയോ ചെയ്യാറില്ല. എനിക്കൊരു പനി, കഴിഞ്ഞ മാസം ഒരു പനി വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ശരിക്കും ഒരു മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ കുടുങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തതാണ്. ഇപ്പോഴും പഴയ ആരോഗ്യം തിരിച്ചു വന്നിട്ടില്ല, എൻ്റെ ശബ്ദമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ്
വീഡിയോ ചെയ്യാനും ക്ലാസ് എടുക്കാനും പോകാനും ഒക്കെ പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് ഞാൻ ഒന്ന് വയനാട്ടിലും ഒന്ന് കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ 2 ക്ലാസ്സിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറേശ്ശെ പുറത്തിറങ്ങി തുടങ്ങും. അതുപോലെ പല സ്കൂളുകളും പിന്നെ തിരക്കുള്ള സമയത്ത് വിളിച്ചിട്ട് പല സ്ഥലത്തും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പോൾ എല്ലാവരും ആ സമയം തന്നെ വിളിക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്കൂളിലും പോകാൻ കഴിയാത്തത്. അപ്പോൾ ശരിക്ക് കണക്കിനോടൊരു ഇഷ്ടമുണ്ടാക്കാൻ, ഒരു രസകരമായി കണക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, മടുപ്പുള്ളൊരു വിഷയമാണ് കണക്ക് എന്ന് പല കുട്ടികളും പറയുന്നത്. ആ മടുപ്പ് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം? അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഗണിതം എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം? അപ്പോൾ ഗണിതത്തെ നമ്മളെ കൂട്ടുകാരാക്കാൻ എന്താണ് വിദ്യ? ഇതൊക്കെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്കൂളുകളിലും പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമായിരിക്കും. അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് അത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ മാത്സുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഈ ഒരു മികവിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കാര്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത്തരത്തിലുള്ള ഗണിതം പഠിക്കാനുള്ള മോഡലുകൾ സ്വന്തം നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് പിന്നെ സ്കൂളിൽ തന്നെ സ്വന്തം ഒരു ലാബ്, സെൽഫ് മെയ്ഡ് മാത്സ് ലാബ് എന്ന് ഞാൻ പറയും. സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്കൂളിനും ഓരോ ഗണിതശാസ്ത്ര ലാബ്. ഇപ്പോൾ പല സ്കൂളിലും അതിന് സ്ഥലം ഉണ്ടാവില്ല, പ്രത്യേക റൂം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റൂം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഒരു ചുമര് കിട്ടിയാലും മതി. കാരണം ഒരു നല്ല ചുമരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ സ്ഥിരം വെക്കാനുള്ളതല്ല, അത് ഓരോന്നും അവിടുന്ന് ഓരോ ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് എടുത്തു കൊണ്ടുപോവുകയും പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചവിടെ വെക്കുകയും ചെയ്യുക. അപ്പോൾ ലാബിന് റൂം തന്നെ വേണമെന്നില്ല, ചുമരുകളായാലും മതി. അപ്പോൾ ഈ രൂപത്തിലാണ് ഞാൻ പല സ്കൂളുകളിലും അവതരിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പല ക്യാമ്പുകളും അങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ ഈ ചേരലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സാധാരണഗതിയിൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ചാനലിലുള്ള വീഡിയോസ് കാണാറ്. അപ്പോൾ അതിനുശേഷവും ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അതായത് നമുക്ക് പഠിക്കാനുള്ള ഓരോ ആശയങ്ങളും എങ്ങനെ രസകരമായി പഠിക്കാമെന്നുള്ള പലതും കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കാഴ്ചക്കാർ കുറവാണ്. കാരണം പിന്നെ ഈ സമയം മാത്രം ഈ ചാനൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ മേലോട്ട് മത്സരത്തിൽ കയറിപ്പറ്റാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും വളരെ കൃത്യമായി മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ക്രമത്തിൽ അത് പറഞ്ഞു പോകുന്നതാണ്. ഇടക്കും തെറ്റയും അത് എടുത്ത് കാണുമ്പോഴാണ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പ്രയാസമായിട്ട് തോന്നുന്നത്. എന്തായാലും പിന്നെ നിങ്ങളുടെ സഹകരണം ആണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ കൂടുതൽ വ്യൂവും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞ് 2014 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 10 വർഷത്തിലധികമായി ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും അതുപോലെ ക്ലാസ്സുകളും യൂട്യൂബിലുള്ള വീഡിയോസും ഒക്കെ ആയിട്ടാണ് പരമാവധി മാത്സ് എങ്ങനെ രസകരമാക്കാമെന്ന് കാണിച്ചു കൊടുക്കുക. സാധാരണഗതിയിൽ ഈ മത്സരത്തിനുള്ള ഐറ്റങ്ങൾ മുമ്പൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ല. അതായത് അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് തീരെ ഇതിനെക്കുറിച്ച് അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കില്ല, ചോദിച്ചാലും ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഞാൻ ആ ധാരണക്ക് അങ്ങനെയുള്ള രീതിക്ക് എതിരാണ്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് ഒരുപാട്, അതായത് മറ്റ് ജില്ലകളിൽ നിന്ന്, കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ സഹായത്തോടു കൂടി
ജോമെട്രിക്കൽ ചാർട്ടായാലും വർക്കിംഗ് മോഡലായാലും സ്റ്റിൽ മോഡലായാലും അതുപോലെ പസിൽ, നമ്പർ ചാർട്ട്, ഇതൊക്കെ മത്സരിച്ചുകൊണ്ട് മുന്നേറി വന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനവും ഗ്രേഡും പറഞ്ഞുകൊണ്ട് ചാനലിൽ, യൂട്യൂബ് ചാനലിൽ അതിൻ്റെ കമൻറ്റ് ഇടണമെന്ന്. അപ്പോൾ ജില്ലാതല സബ് ജില്ലകളും കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ അവരവർ തിരഞ്ഞെടുത്ത് അതിന് നേരെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് മേളയും കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ആ കുട്ടികളെ കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനവും ഗ്രേഡും ഏതായിക്കോട്ടെ, അപ്പോൾ പിന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ സഹായത്തോടുകൂടെ നിങ്ങൾ പിന്നെ സംസ്ഥാന മേളയിലേക്ക് എത്തിയെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പേര്, സ്കൂളിൻ്റെ പേര്, സബ് ജില്ല, ജില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്താൽ മാത്രമേ എനിക്കും മനസ്സിലാവൂ. അതുപോലെ മത്സരത്തിൽ കിട്ടിയ സ്ഥാനവും ഗ്രേഡും, അത് ഏത് ഗ്രേഡായാലും കുഴപ്പമില്ല, അത് ബി ആയാലും സി ആയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ സ്റ്റേറ്റ് മേളയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം ജില്ലാതലത്തിൽ ഏറ്റവും നല്ല പ്രകടനം നടത്തിയിട്ടാണ് നിങ്ങൾ അവിടെ എത്തുന്നത്. ചിലപ്പോൾ അവിടെ വിചാരിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുപോലെ ജിയോമെട്രിക്കൽ ചാർട്ടിന് പലരും ധാരണ ഇപ്പോഴും ഏറ്റവും നന്നായി വരച്ചാൽ മതി എന്നാണ്. അതല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾ വരച്ച ചിത്രത്തിലുള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കറിയാത്ത ഒരു സാധനവും അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. ആ വരച്ച കാര്യങ്ങളിലുള്ള ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം. അതിനെപ്പറ്റി ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും മറുപടി പറയണം. ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ 5 മിനിറ്റ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരുക്കത്തിന്റെ കുറവ് കൊണ്ടാണ്, പ്രസന്റേഷന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ പുറകോട്ടാകുന്നത്. അപ്പോൾ പല ടീച്ചേഴ്സും രക്ഷിതാക്കളും എന്നോട് പറയുന്നത് ഏറ്റവും നന്നായിട്ട്, അവരെ കാണാൻ ഏറ്റവും നന്നായിട്ട് വരച്ചിട്ടുണ്ട്, എന്നിട്ട് എന്താ പുറകോട്ട് പോയെന്നാണ്. അപ്പോൾ പ്രസന്റേഷൻ എങ്ങനെയാണെന്നാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത്. കാരണം നമുക്ക് പിന്നെ പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, റിലേഷൻ വിത്ത് കരിക്കുലം, അതുപോലെ പ്രസന്റേഷൻ, ഈ രണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ചാർട്ടിന്റെ എണ്ണമൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോഴും 3 എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്നവരുണ്ട്, 3 ചാർട്ട് തന്നെ വേണമെന്ന വാശി പിടിക്കുന്നവരുണ്ട്. അങ്ങനെ വാശിയുള്ളവരോട് ഞാൻ പറയല്, 1 ഏറ്റവും നന്നായിട്ട് വരയ്ക്കുകയും ബാക്കി 2 സമയം ഒപ്പിച്ച് നിങ്ങൾ ചെയ്യുകയും ചെയ്യും. ശരിക്കും ഒരൊറ്റ ചാർട്ടിന്റെ ആവശ്യമുള്ളൂ. ജിയോമെട്രിക്കൽ ചാർട്ട് 3 മണിക്കൂർ കൊണ്ട് ഏറ്റവും നന്നായി 1 ചെയ്താൽ മതി. 2, 3 വേണമെന്നില്ല. പക്ഷെ അത് അത്രയും നന്നായിരിക്കണം, അത്രയും കൂടുതൽ ഗണിതാശയങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഈ ഇത്തവണ ചെയ്യുന്നത് ഒരു 3D എഫക്റ്റുള്ള ഒരു നല്ല ചിത്രമാണ്. അപ്പോൾ അതിൽ വെറൈറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അവിടെയാണ് ഞാൻ വരച്ച് തരുന്ന അതേ രീതിയിലും അതേ കളർ കോമ്പിനേഷനിലും അതേ അളവിലും അല്ല വരക്കേണ്ടത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടേതായ ഒരു മാറ്റം തീർച്ചയായിട്ടും അതിലുണ്ടാവണം. അതില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ. കാരണം പിന്നെ ഇതേപോലെയുള്ള ഒരേപോലെയുള്ള ഒരു 5ഓ 6ഓ ചിത്രം ഒരു സബ് ജില്ലയിലോ വന്നാൽ എന്ത് ചെയ്യും? ജഡ്ജസ് സാധാരണഗതിയിൽ ചെയ്യുക ഏറ്റവും നല്ല എണ്ണ ആയിരിക്കും അത്. ആദ്യത്തെ ഒരു 5 എണ്ണം വന്ന് 5 ഒരേപോലത്തെ ചിത്രം. ശരിക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡല്ല അതിൽ വരേണ്ടതാണ്. പക്ഷെ അപ്പോൾ ചെയ്യുക എന്താ വെച്ചാൽ ഒരേ തരത്തിലുള്ള ചിത്രമായാൽ അത് മാറ്റിവെച്ച് മറ്റുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ അതാണ് സാധാരണഗതിയിൽ ജഡ്ജ്മെന്റിന്റെ രീതി. അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഇരട്ടിപ്പൊഴിവാക്കുക വേണ്ടേ? ഞാനൊരു ചിത്രം കാണിച്ചു തന്നാൽ എല്ലാവരും അത് തന്നെ വരച്ചാൽ ഒരേപോലുള്ള ചിത്രമായി പോയില്ലേ? അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങളുടേതായ ഒരു മാറ്റം അതിൽ നിർബന്ധമായിട്ട് വേണം. എങ്കിലേ അത് നിങ്ങളുടെ തനിതായ ഒരു ചിത്രമാവും. ഇല്ലെങ്കിൽ എന്താ, മറ്റുള്ളതുപോലെ തന്നെയായി പോവും. അങ്ങനെ ഒരേപോലുള്ള ചിത്രം മത്സരത്തിൽ ഒരു സബ് ജില്ലാ മത്സരമാണെങ്കിൽ, അല്ലെങ്കിൽ ജില്ലാതലത്തിലുള്ള മത്സരമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 50 കുട്ടികൾ, 40 കുട്ടികൾ, അല്ലെങ്കിൽ 30 കുട്ടികളൊക്കെ ഉണ്ടാവും. അത് ജില്ലേന്റെ സ്ട്രെങ്ത് അനുസരിച്ച്. അപ്പോ അധികം കുട്ടികൾ ഒരേ ഡിസൈനാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഘട്ടം കഴിയും തോറും അതിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റി വികസിപ്പിച്ചു കൊണ്ടുപോകണം. അതിന്റെ ബേസ് ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അത് പിന്നീട് മാറ്റി വലുതാക്കുന്നത്, അതിൽ കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാം,
കളർ കോമ്പിനേഷൻ മാറ്റാം. ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടേതായ ഒരു ചിത്രമായി മാറൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെയൊരു ചിത്രം തുടങ്ങുകയാണ്. അപ്പോൾ ഇത് പഠിക്കുന്ന ഇതിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ചെയ്യാം. ആദ്യം തന്നെ ഒറ്റയടിക്കൊന്നും ഈ ചിത്രം, അത് ഏത് ചിത്രമായാലും നല്ലൊരു ചിത്രം ചെയ്തെടുക്കാനാവില്ല. പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളോടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു ക്ഷമ കാണിക്കണം. അപ്പോൾ രണ്ടാമത് അതേ ചിത്രം വരക്കുമ്പോൾ അതിനേക്കാളും ഭംഗിയായി, ആദ്യം വരച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. മൂന്നാമതൊന്നും കൂടി വരക്കുമ്പോൾ സമയം കുറയുകയും ചെയ്യും, കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏത് പെൻ ഉപയോഗിക്കണം, ഏത് പെൻസിൽ ഉപയോഗിക്കണം, അതുപോലെ CD മാർക്കർ, ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതുതായി ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ കണ്ടെങ്കിൽ മാത്രമേ ഈ രൂപത്തിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇത്തരത്തിലുള്ള ചെയ്യാനും മുന്നോട്ട് പോകാനും കഴിയും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ A4 പേപ്പറിലാണോ ചെയ്യുന്നത്. A4 പേപ്പറിൽ വരച്ച് പഠിക്കാൻ വേണ്ടി കൃത്യമായ അളവിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു A4 പേപ്പറിൻ്റെ നീളം 29.7 സെൻറ്റിമീറ്ററാണ്. അതായത് 30 സെൻറ്റിമീറ്ററിന് ഒരു 3 മില്ലിമീറ്റർ കുറവ്. വീതി 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ വീതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അളന്നിട്ട് മിഡ് പോയിൻ്റ് കണക്കാക്കുക. അപ്പോൾ 21ൻ്റെ പകുതി 10.5 സെൻറ്റിമീറ്റർ. ഇതാ ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 21 വെച്ചാൽ 10.5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ടാൽ അത് തന്നെയാണ് മധ്യബിന്ദു. പിന്നീട് 9 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ. ആ സർക്കിളിന് നിറം വേണ്ട, കാരണം അത് മയച്ച് പോക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 10.5 സെൻറ്റിമീറ്റർ അളന്നിട്ടാണല്ലോ മിഡ് പോയിൻ്റ് ഇട്ട്, അതേപോലെ ഇവിടെയും 10.5 സെൻറ്റിമീറ്റർ അതേ സൈഡിൽ നിന്ന് ഇടുക. ഈ 2 പോയിൻ്റ് നേരെ കിട്ടണം. പിന്നീട് അതേ റേഡിയസ് കൊണ്ട് ആ സർക്കിളിനെ 6 തുല്യ ഭാഗമാക്കുകയാണ്. ഇത് മുമ്പും പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് 6 തുല്യ ഭാഗമാക്കാം. അപ്പോൾ ആ 6 പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുക. അപ്പോൾ അടുത്തടുത്തുള്ള പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരു പോയിൻ്റിൽ നിന്നും തൊട്ടടുത്ത പോയിൻ്റിലേക്കുള്ള ലെങ്ത്ത് 9 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് 6 വശങ്ങളും തുല്യമായ ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജമാണ് കിട്ടുക. 6 ഭാഗവും നമ്മൾ അളന്ന് നോക്കിയാൽ 9 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും, 9 സെൻറ്റിമീറ്റർ തന്നെ. അതുപോലെ അതിൻ്റെ ഓരോ കോണും, ഉള്ളിലുള്ള കോൺ അളന്ന് നോക്കിയാൽ 120 ഡിഗ്രി വീതമായിരിക്കും. 6 കോണിലും 120 ഡിഗ്രി വീതമായിരിക്കും. യെസ്, ഇനി ചെയ്യുന്നത് ആ 9 സെൻറ്റിമീറ്ററിൽ ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം മറ്റേ അറ്റത്ത് 9. അപ്പോൾ പോയിൻ്റ് അടയാളപ്പെടുത്താണ്. ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് 1, 2, 3, 4, 5, 6, 7, 8. 9ാമത്തെ അവിടെയുണ്ട്, 0, 9 അവിടെ ഉണ്ടല്ലോ. 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ 8 പോയിൻ്റുകൾ. 0ഉം 9ഉം അവിടെ 2 അറ്റത്തായിട്ടുണ്ടാവും. അങ്ങനെ 8 പോയിൻ്റ് മാർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ശ്രദ്ധിക്കുക, സ്കെയിൽ വെക്കുമ്പോൾ ഒരറ്റത്ത് 0 ആയിരിക്കണം, മറ്റേ അറ്റത്ത് 9 തന്നെ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് അളന്ന. ഇപ്പോൾ 6 ഭാഗത്തും നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി അവിടെയും 0 ആണ് അറ്റത്ത് വെച്ചിരിക്കുന്ന 3 സെൻറ്റിമീറ്ററിന് ഒരു പോയിൻ്റ് ഇട്ട് 3 വരെ വരച്ചതാണ്. ഇത് എല്ലാ കോണിലും ഇല്ല, 3 കോണിലും, ഒന്നിടവിട്ട കോണിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഒന്നിടവിട്ട്. അപ്പോൾ 6ന് പകരം 3 സ്ഥലത്താണ് ഈ രൂപത്തിൽ 3 സെൻറ്റിമീറ്റർ ഇറക്കി വരക്കുന്നത്. യെസ്,
ഇനി അടുത്ത ലൈൻ 7ാം ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന പാരലൽ ലൈൻസാണ്. അപ്പോൾ അതാ ആ സൈഡ് അവിടുന്ന് 3ാമത്തെ പോയിന്റിൽ നിന്നും ആ വരയുടെ അറ്റത്തേക്ക് എത്തി. ഉടനെ അതായത് ഇതാ അടിയിലും ആ പോയിൻ്റ് ചേർത്താണ് വെക്കുന്നത്. അടിയിലും മേലെയും സ്കെയിൽ വെക്കുമ്പോൾ പോയിൻ്റുകൾ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ് ഉണ്ട്. ഇപ്പം മേൽവശത്തും അവിടെ 1 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റിലാണ് വെക്കുന്നത്. വരക്കുന്നത് എല്ലാം പാരലൽ ലൈൻസ്, സമാന്തര വരകൾ തന്നെയാണ്. ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള സമാന്തര വരകൾ. ഇവിടെ വരക്കുന്നത് ഈ രൂപത്തിലാണ്. നേരത്തെ വരച്ച രൂപത്തിൽ ക്രോസ് ചെയ്തല്ല, ഇങ്ങനെ. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് വരക്കുന്ന എല്ലാ വരകളുടെയും ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ മാത്രമാണ്. 9ൽ കുറവും കൂടുതലും വരക്കുന്നില്ല. ഇവിടെയും അങ്ങനെ തന്നെ. യെസ്. ഇനി നേരത്തെ മറുവശത്ത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ക്രോസ് ചെയ്ത് വരച്ച് വരും. ഇതാ അതിൻ്റെ അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ 3 സൈഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരക്കുന്നതും 3 സൈഡിൽ ആ നേർവരയിൽ നിന്ന് പുറപ്പെടുന്നതുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെയല്ല എന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉള്ളിലും ഒരു ഹെക്സഗൺ ഉണ്ട്. ഉള്ളിലും പുറത്തും ഹെക്സഗണായിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്തത് അത് ഇതാ ക്രോസ് ചെയ്ത് വരക്കുകയാണ്. അവിടെയും പോയിൻ്റ് ഉണ്ട്. താഴെ മാത്രമല്ല മേലെയും ആ പോയിൻ്റിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പാരലൽ ലൈൻസ് വരക്കാൻ പറ്റുന്നത്. ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയ താഴെ മാത്രമല്ല മേലെയുണ്ട്. ആ മേലെയുള്ളതിലും നമ്മൾ സ്കെയിലിൻ്റെ ഒരറ്റം വെക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നതെല്ലാം റോംബസാണ്. സമഭുജ സാമാന്തരികം 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സാമാന്തരികങ്ങളാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും വരണം. ഇവിടെയും അതുപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചാർട്ടിലേക്ക് വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് ഇരട്ടിയാക്കിക്കൊണ്ട് വരക്കാം. 1 സെൻറ്റിമീറ്ററിന് പകരം 2 സെൻറ്റിമീറ്റർ, 9ന് പകരം 18 സെൻറ്റിമീറ്ററിൽ വരച്ചാൽ നല്ല വലുപ്പത്തിൽ കിട്ടും. എല്ലാം പാരലൽ ലൈൻസ് തന്നെയാണ്. അതുപോലെ ആ എല്ലാ റോംബസും, ഒരു റോംബസിൻ്റെ പ്രത്യേകതകളെല്ലാം അറിയാം. 4 വശങ്ങളും തുല്യമായിരിക്കും, എതിർവശങ്ങൾ സമാന്തരമായിരിക്കും, എതിർ കോണുകൾ തുല്യമായിരിക്കും. അത് ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഈ ഭാഗവും കൂടെ അതേപോലെ വരക്കേണ്ടതാണ്. അപ്പോൾ 6 ഭാഗവും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരക്കുകയാണ്. അപ്പോൾ പെൻസിൽ കൊണ്ട് വരക്കുന്നത് തന്നെയാണ് നല്ലത്. പെൻസിൽ കൊണ്ട് വരക്കുമ്പോൾ നമ്മൾ ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതാ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ വിട്ടുകൊണ്ട് 2 സെൻറ്റിമീറ്റർ വരച്ച്, വീണ്ടും 1 വിട്ടുകൊണ്ട് 2 സെൻറ്റിമീറ്റർ വരച്ച്, അങ്ങനെ 3 എണ്ണം വരക്കുകയാണ്. അപ്പോൾ അതേപോലെ ഇത് അറ്റത്ത് 0 ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 മുതൽ 1 വരെ വിട്ടതാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇടവിട്ടുകൊണ്ട് ഈ 2 സെൻറ്റിമീറ്റർ നീളത്തിലാണ് വരക്കുന്നത് ഈ 3 വരകളും. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്നുള്ള രൂപത്തിലാണ് വന്നത്. യെസ്. ഇനി അവിടെ ഒരു റോംബസ് ഇറക്കി വെക്കുന്നതായിട്ടുള്ള രൂപത്തിൽ ഒന്ന് വരയ്ക്കുകയാണ്. ഒന്ന് ഇറങ്ങി വന്ന രൂപത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള 3 എണ്ണമാണ് വേണ്ട, 6 എണ്ണം വേണ്ട. 3 ഭാഗത്ത് 3 എണ്ണമാണ്. അപ്പോൾ 1 ഇടവിട്ട് ആണ് ചെയ്യേണ്ടത്. ഇവിടെയും അതേ രൂപത്തിൽ, അതായത് 1 സെൻറ്റിമീറ്റർ
താഴോട്ട് ഇറക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു റോംബസ് ഒന്ന് മാത്രം. യെസ്, ഇങ്ങനെ കിട്ടി. ഇനി അതൊരു ക്യൂബാക്കി മാറ്റണം. ക്യൂബാക്കി മാറ്റണമെങ്കിൽ പാരലലായിട്ട് അതിന് 1 സെൻറ്റിമീറ്റർ താഴോട്ട് വരക്കണം. ഇതാ അവിടുന്ന് 0 മുതൽ 1 വരെ വരക്കുകയാണ് താഴോട്ട്. പിന്നെ 1 സെൻറ്റിമീറ്റർ വിട്ട് 2 സെൻറ്റിമീറ്റർ, നേരത്തെ പോലെ. വീണ്ടും 1 സെൻറ്റിമീറ്റർ വിട്ട് 2 സെൻറ്റിമീറ്റർ വരെ. അവിടെ 0 മുതലാണ് ചെയ്യുന്നത്. 1 സെൻറ്റിമീറ്റർ ആദ്യം വരക്കുന്ന, 1 വിടുന്നു. പിന്നെ 2 വരക്കുന്ന, 1 വിടുന്നു. വീണ്ടും 2 വരക്കുന്നു. യെസ്. അടുത്തതും അങ്ങനെ തന്നെ. 1 വരക്കുന്ന, 1 വിട്ട് 2 വരക്കുന്ന, 1 വിട്ട് 2 വരക്കുന്ന, ആ രൂപത്തിലാണ്. അപ്പോൾ ആ 3 ഭാഗത്തും അതേപോലെ തന്നെയാണ് വരക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്തും അങ്ങനെ തന്നെ വരക്കണം. ഒന്ന് വരച്ച് 1 വിട്ട് 2 സെൻറ്റിമീറ്റർ, ആ രൂപത്തിൽ. ഇവിടെയും അങ്ങനെ തന്നെ. യെസ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും മധ്യഭാഗത്ത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബ് കാണാം. ഇത്തരത്തിലുള്ള ക്യൂബുകളാണ് എല്ലാ ഭാഗത്തും വരേണ്ടത്. അപ്പോൾ അതിന് ഏതൊക്കെ വരകൾ എങ്ങനെയൊക്കെ വരണം നോക്കിയിട്ട് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്ത് വരക്കുമ്പോൾ അവിടെ ഒരു ക്യൂബ് വന്നു ഉണ്ടോ, അറ്റത്ത് ഒരു ക്യൂബ് കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ 2 ക്രോസ് ചെയ്ത് അവിടെ വരക്കാം. അങ്ങനെ 3 ഭാഗത്തും. യെസ്. ഇതിപ്പോൾ ഉള്ളിലുള്ള ക്യൂബ് കൊണ്ട് നമുക്കൊരു ത്രികോണ സംഖ്യകളുടെ ഒരു ശ്രേണി കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഓരോന്നും ഇനി കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി ചെയ്യുക. അവിടെ ക്രോസ് ചെയ്ത് വരക്കാം. ഒരു സെൻറ്റിമീറ്റർ പുറത്ത് അതുപോലെ. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വരക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് തന്നെ മതി എന്ന് പറയുന്നത്. പെൻസിൽ കൊണ്ടാകുമ്പോൾ നമുക്ക് മായ്ച്ചെടുക്കാൻ സൗകര്യമാണല്ലോ. മറ്റൊന്ന്, വരക്കുന്ന എല്ലാ വരകളും ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായിരിക്കും. സമാന്തരമായ വരകൾ തന്നെയായിരിക്കും എല്ലാം. ഈ ഓരോ സൈഡിൽ നിന്ന് അവിടുന്ന് ഇറക്കി അവിടുന്ന് താഴോട്ട് 1 സെൻറ്റിമീറ്റർ ഇറക്കുകയാണ്. എന്ന് വെച്ചാൽ ക്യൂബ് കിട്ടാൻ വേണ്ടി 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ആ ഒരു അവിടുന്നൊക്കെ ആ കോണിന്ന് താഴേക്ക് കൃത്യമായിട്ട് 1 സെൻറ്റിമീറ്റർ ഇറക്കുക. 1 സെൻറ്റിമീറ്ററേ താഴ്ത്താവൂ. അവിടുന്നും അതേപോലെ. യെസ്. ഇനി അത് തിരിച്ചു മറിച്ച് യോജിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം ആ റോയിൽ, ആ വരിയിൽ 6 ക്യൂബുകൾ നിൽക്കുന്നതായിട്ട് കാണാം. ഓരോന്നും ക്യൂബായി തിരിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടാവും.
യെസ്, ഒരു വരയും കൂടെ അവിടെ. ഇപ്പോൾ നോക്ക്, താഴെ എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 6 ക്യൂബുകൾ. ഇതേപോലെ 3 സൈഡിലും അങ്ങനെ വരണം. നമ്മളിപ്പോൾ താഴെയാണ് കണ്ട്, അപ്പോൾ അതുപോലെ 3 ഭാഗത്തും 6 വരണം. അപ്പോൾ അതിന് വേണ്ടി ഏതൊക്കെ വരകൾ എങ്ങനെയൊക്കെയാണ് നീട്ടേണ്ടതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ക്യൂബുകളാണ്. 1 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് 1+1 വരക്കുന്ന വരകൾ പരമാവധി 2 സെൻറ്റിമീറ്ററേ ലെങ്ത് ഉണ്ടാവും. മേലോട്ട് ക്യൂബായി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെയും തിരിച്ചും മറിച്ചും വരക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഓരോ സെൻറ്റിമീറ്ററും താഴ്ത്തി ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് 1 സെൻറ്റിമീറ്റർ താഴോട്ട് വരക്കുന്നു. 1 അങ്ങനെ ഓരോ ഭാഗത്തുനിന്നും ആ കോണിന്ന് 1 സെൻറ്റിമീറ്റർ താഴ്ത്തുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സെൻറ്റിമീറ്ററേ താഴ്ത്തിയിടാവും. പിന്നീട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും യോജിപ്പിക്കുകയാണ്. തിരിച്ചും യെസ്. അപ്പോൾ അവിടെയും 6 കാണാം. ഇനി മൂന്നാമത്തെ സൈഡിലും കൂടെ ഇതേമാതിരി താഴ്ത്തിയിടുക. അപ്പോൾ മൂന്നാമത്തെ സൈഡിലും 6 കിട്ടും. 1 സെൻറ്റിമീറ്റർ നേരത്തെ ചെയ്ത പോലെ താഴ്ത്തിയിടുക. ഇവിടെയും അതുതന്നെയാണ്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ക്യൂബുകൾ കംപ്ലീറ്റ് ആയി. യെസ്. ഇനി തിരിച്ചും ഓക്കെ. ഇപ്പോൾ നോക്ക് 1 2 3 4 5 6. അപ്പോൾ 3 ഭാഗത്ത് നോക്കിയാലും 1 2 3 4 5 6 1 2 3 4 5 6. അപ്പോൾ മേലെ നോക്കിയാൽ 1 + 2 + 3 + 4 + 5 + 6. അപ്പോൾ 6 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക ത്രികോണ സംഖ്യയാണ്. അപ്പോൾ 21 ക്യൂബുകളാണുള്ളത്. ഇനി ഇതാ അവിടുന്ന് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആ രൂപത്തിൽ വരയ്ക്കുകയാണ്. യെസ്. അതുപോലെ തിരിച്ചും. അപ്പോൾ തിരിച്ചും കൂടെ വരയ്ക്കുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റോമസായി മാറും. അപ്പോൾ ആ ഭാഗത്ത് ക്യൂബില്ല, റോംബസ് മാത്രമേ ഉള്ളൂ.
ഇതേപോലെ മറ്റ് 2 സൈഡിലും കൂടെ ചെയ്യുന്നു. അവിടെ 1, പിന്നെ 2 സെൻറ്റിമീറ്റർ, 3, 4. യെസ്, അത് തിരിച്ച് കട്ട് ചെയ്യുന്നു. യെസ്, മൂന്നാമത്തെ സൈഡിലും കൂടെ അത് ചെയ്യുകയാണ്. പിന്നീട് അത് തിരിച്ചും. അപ്പോൾ ആ 3 ഭാഗത്തും റോംബസുകൾ യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. യെസ്. അപ്പോൾ ഇതിപ്പോൾ പെൻസിൽ കൊണ്ടാണ് വരച്ചത്. പെൻസിൽ കൊണ്ട് വരച്ച് കളർ ചെയ്താൽ അത് ചിത്രത്തിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പെൻസിലിൻ്റെ വരയുടെ മേലെ കൂടെ ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരയ്ക്കുകയാണ്. പെൻസിൽ കൊണ്ട് വരച്ച വരയിൽ നമ്മൾ കളർ കൊടുക്കുകയാണ്. ഒരു നരച്ചൊരു നിറമാണ് അവിടെ. ആ പെൻസിലിൻ്റെ വര അത് പ്രത്യേകം കാണും. ഇത് ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് നല്ല രൂപത്തിൽ തന്നെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ബ്ലാക്ക് വരയാണെങ്കിൽ ഇതാ ഇങ്ങനെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കാണാം. ഇനി അത് കളർ കൊടുക്കുകയാണ്. കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പെന്ന് ബ്രഷ് പെൻ, ഡോംസിൻ്റെ ബ്രഷ് പെൻ സെറ്റാണ്. അപ്പോൾ ബ്രഷ് പെൻ സെറ്റ് ഡോംസിൻ്റെ തന്നെ 2 തരത്തിലുള്ളതുണ്ട്. ലൈറ്റ് ഷെയ്ഡ് മാത്രമുള്ളതും ഡാർക്ക് ഷെയ്ഡുള്ളതും. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ ഡാർക്ക് ഷെയ്ഡുള്ള ആ ഡാർക്ക് സെറ്റാണ് വാങ്ങേണ്ടത്. അടുത്ത അവിടെ റെഡ്. അപ്പോൾ ഈ 3 കളറാണ് ഉപയോഗിക്കുന്നത്: റെഡ്, ഓറഞ്ച്, യെല്ലോ. അപ്പോൾ 3 സൈഡിൽ 3 കളറാണ് ഉണ്ടാകുക. അപ്പോൾ അവിടെ ഒരു റോംബസ് ഒരു കളറിൽ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. നമ്മൾ നേരത്തെ വരച്ചത് ആ രൂപത്തിൽ. ഇവിടെ ഓറഞ്ചാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും കളർ കൊടുക്കുന്നത്. യെസ്. ഇനി ഉള്ളിൽ കളർ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചെയ്തതിനോട്ട് മുഴുവനായിട്ടും കൊടുക്കണ്ട. ആ റോംബസ്. അപ്പോൾ ആ യെല്ലോ കൊടുക്കുന്ന നോക്ക്, നേരെ മേലെയുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് യെല്ലോ കൊടുക്കുന്നത്. ഓരോ കളറും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓറഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓറഞ്ച് കൊടുക്കുന്നത്. യെസ്. ഇനി റെഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ പാറ്റേണിൽ തന്നെ കൊടുക്കുക. യെസ്. ഇനി ബാക്കിയുള്ളത് ഓരോ ക്യൂബായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നോക്ക്, ആദ്യത്തെ ക്യൂബിൻ്റെ മേലെ ഭാഗത്ത് യെല്ലോ ആയതുകൊണ്ട് എല്ലാ ക്യൂബിൻ്റെയും മേൽഭാഗത്ത് ഈ രൂപത്തിൽ പിടിക്കുമ്പോൾ മേൽഭാഗത്താണ്, തിരിച്ച് പിടിക്കുമ്പോൾ അത് ഒരു സൈഡിലേക്കാണ് പോവുക. അപ്പോൾ അതേ സെയിം സൈഡിൽ അതേ സൈഡിൽ തന്നെ യെല്ലോ കൊടുക്കുകയാണ്. യെസ്. ഇനി അത് തിരിച്ച് പിടിക്കുമ്പോൾ ഇപ്പോൾ ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ സൈഡിൽ ഇതാ
അപ്പോൾ എല്ലാം ഒരേ നമ്പർ ആയിരിക്കും, ഒരേ പാറ്റേണും ആയിരിക്കും. അപ്പോൾ ക്രമത്തിൽ ആ നമ്പർ 1, 2, 3, 4, 5, 6 അങ്ങനെ താണ് വരുന്നത് കാണാം. അപ്പോൾ ക്യൂബിൻ്റെ എണ്ണവും ആ രൂപത്തിൽ തന്നെയാണ്. 1, പിന്നെ അതിൻ്റെ ഇടയിൽ 2, പിന്നെ 3, 4, 5, 6 വരെ. യെസ്. ഇനി അടുത്ത ഭാഗം റെഡ് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ശരിക്കും ഇത് ട്രയാങ്കുലർ നമ്പർ മാത്രമല്ല, ഇത് ഒന്നിച്ച് വരുമ്പം ഒരു ടെട്രാഹെഡ്രൺ നമ്പറാണ്, അതായത് പിരമിഡ് നമ്പറാണ്. സ്തൂപികാസംഖ്യ എന്ന് പറയും. അതായത് തുടർച്ചയായ ത്രികോണ സംഖ്യകളുടെ തുകയായിട്ടാണ് പിരമിഡ് നമ്പർ, അതായത് ടെട്രാഹെഡ്രൺ നമ്പർ വരിക. അപ്പോൾ ടെട്രാഹെഡ്രൺ നമ്പർ ഒന്നിച്ച് വരുമ്പോൾ, അപ്പോൾ ഇത് ഒന്നിച്ച് വരുമ്പോൾ എത്രയാണ്? 21 ആണുള്ളത്. അപ്പോൾ പിരമിഡിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് കാണാം. 1ൻ്റെ ചുവട്ടിൽ 2, അതിൻ്റെ ചുവട്ടിൽ 3, 4, 5, 6 വരെ. ഏത് ഭാഗത്തും നോക്കിയാലും കാഴ്ച അങ്ങനെയായിരിക്കും. അപ്പോൾ നല്ലൊരു ചിത്രമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. ശരിക്കും നല്ലൊരു 3D എഫക്റ്റ് തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. കൃത്യമായി തന്നെ ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട് ഓരോ വരെയും നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ അളവ് ഇരട്ടിയാക്കിയെടുത്താൽ നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.